നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു കൈത്താങ്ങാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ചികിത്സാ ധനസഹായ പദ്ധതി. ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വളരെ എളുപ്പത്തിൽ ഇതിനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. 5000 രൂപ മുതൽ 3 ലക്ഷം രൂപ വരെയാണ് ഇതിലൂടെ ധനസഹായം ലഭിക്കാറുള്ളത്. ഇതിൽ ഉയർന്ന തുക അനുവദിക്കുന്നതിന് മന്ത്രിസഭയുടെ പ്രത്യേക അനുമതിയും കൃത്യമായ മാനദണ്ഡങ്ങളും ആവശ്യമാണെങ്കിൽ പോലും അർഹരായ അപേക്ഷകർക്ക് ഒരു ചെറിയ തുകയെങ്കിലും ധനസഹായമായിട്ട് ലഭിക്കാറുണ്ട്. ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതിനായിട്ട് റേഷൻ കാർഡ്, ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഒപ്പിട്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, മേൽവിലാസം തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും അപേക്ഷയോടൊപ്പം കൃത്യമായിട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അപേക്ഷ നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ ID നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ചുകൊണ്ട് നമ്മുടെ അപേക്ഷ ഇപ്പോൾ ഏത് ഉദ്യോഗസ്ഥന്റെ പക്കലാണ് എത്തിയതെന്നും അതിന്റെ നിലവിലത്തെ അവസ്ഥ എന്താണെന്നും ഓൺലൈൻ വഴി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. തുടർന്ന് വില്ലേജ് അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ നടത്തുന്ന കൃത്യമായ പരിശോധനകൾക്ക് ശേഷം അനുവദിക്കപ്പെട്ട തുക നേരിട്ട് അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നഗരപ്രദേശങ്ങളിൽ സ്വന്തമായിട്ട് സുരക്ഷിത ഭവനം സ്വപ്നം കാണുന്നവർക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ PMAYU പദ്ധതിയുടെ പുതിയ ഘട്ടത്തിലേക്കുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ സജീവമായിട്ട് പുരോഗമിക്കുകയാണ്. നിലവിൽ വിവിധ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അന്വേഷിച്ചാൽ നഗരവികസന മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ആവാസ് യോജന. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നതിനായിട്ട് അപേക്ഷകരുടെ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, EWS കാറ്റഗറി, കുറഞ്ഞ വരുമാനമുള്ളവർ, LIG, ഇടത്തരം വരുമാനമുള്ളവർ, MIG എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് തിരിച്ചാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അർഹരായിട്ടുള്ള ഏതൊരാൾക്കും തങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതിലൂടെ കൈപ്പറ്റാനാകും. അതിനാൽ ഈ പദ്ധതിയെ കുറിച്ചിട്ടുള്ള വിവിധ മാനദണ്ഡങ്ങൾ, ആവശ്യമായ രേഖകൾ, സബ്സിഡി നിരക്കുകൾ തുടങ്ങിയ മറ്റെല്ലാ വിശദാംശങ്ങളും നിങ്ങളുടെ അടുത്തുള്ള നഗരസഭാ കാര്യാലയവുമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങളുമായോ ബന്ധപ്പെട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.